അസ്സലാമലൈക്കും. അപ്പം നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കയറുകയാണ്. അപ്പം രണ്ട് ഭാഗങ്ങൾ മനോഹരമായി പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മൂന്നാമത്തെ പാഠം ഇപ്പം എല്ലാം നമ്മൾ പറഞ്ഞു വന്നു. എൻ്റെ നാട് അങ്ങനെയാണ്, എൻ്റെ നാട് അതുപോലെയാണ്, അത്രത്തോളം ഭംഗിയെ പരമാവധി അവരെന്താക്കാണ് പറയുകയാണ്. ഇനി നോക്കൂ, അടുത്തത് പഹാഡോ കാ മഞ്ചർ, എൻ്റെ നാട്ടിലെ പർവ്വതങ്ങളുടെ, പഹാഡ് എന്ന് പറഞ്ഞാൽ പർവ്വതം, പഹാഡോ കാ മഞ്ചർ, പർവ്വതങ്ങളുടെ കാഴ്ച, ബനോക്കാ സമാൻ, ബൻ എന്ന് പറഞ്ഞാൽ കാടാണ്, ബനോക്കാ സമാൻ, ഈ കാടുകളോട് തുല്യമാകുന്ന, അതായത് കാടുകളുടെ തുല്യത, സാമ്യതയാണെന്ന് പറഞ്ഞാൽ ഈ കാടും പർവ്വതങ്ങളൊക്കെ നിറഞ്ഞിട്ട് രണ്ടും കൂടി ഒരുപോലെയായിട്ട് തുല്യമായി കിടക്കുന്നു എൻ്റെ നാട്. മാത്രമല്ല ഇനി അടുത്തതിൽ നമ്മളെ നെസറിൻ്റെ കാര്യം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നെസർ വരിക, അതായത് ഓർഡർ തെറ്റിട്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഓർഡറും നമ്മൾ മനസ്സിലാക്കാം. ഇൻമേഹി, ഓക്കെ, ഇൻമേഹി, അതായത് ഈ കാടുകളിൽ തന്നെ നമ്മൾ പറഞ്ഞു എൻ്റെ കാടും പർവ്വതങ്ങളൊക്കെ ഒരുപോലെയാണ്, അത്രത്തോളം വിശാലമാണ്, അത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻമേഹി, ഈ കാടുകളിൽ തന്നെ ഹസാറോം, ആയിരക്കണക്കിന് ചഷ്മേറവാദ, ചഷ്മേറവ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന നദി, റവാക്ക ചഷ്മ എന്നാണ് ശരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ കൂട്ടി എഴുതുമ്പോൾ ചഷ്മേറവ, ഇസ്താൻ കാ പാക് എന്നാണ്, അതായത് പാകിസ്ഥാൻ നമ്മൾ പറയില്ല, പാക്കേ ഇസ്താൻ, അതേപോലെ ഇസ്താൻ കാ പാക് എന്നാണ് ശരിക്കും. അതേപോലെ റവാക്ക ചഷ്മ, ഒഴുകുന്ന നദി, അതിന് നമ്മൾ കൂട്ടി എഴുതുമ്പോൾ ചഷ്മേറവ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴുകുന്ന നദികളാകുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ ശ്രദ്ധിക്കാം, ഇൻമേഹി, ഈ കാടുകളിൽ തന്നെ, ഇൻമേഹി, ഈ കാടുകളിൽ തന്നെ ഹസാറും, ആയിരക്കണക്കിന് ചഷ്മേറവാഹേ, ഒഴുകുന്ന നദികളാകുന്നു. അപ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രക്കും ഭംഗിയുള്ളതാണ് എൻ്റെ നാട്. ഇനി അടുത്ത നോക്കൂ, ഇതിലും ഒന്ന് ഓർഡർ തെറ്റിട്ടാണ്, ശരിക്കും ശ്രദ്ധിക്കാം. എത്രത്തോളം ഭംഗിയുള്ളതാണ് എൻ്റെ നാടെന്ന് പറയാണ്. ഇനി ഇതിലെന്താ പറയുന്നത്, ഇസ്കി ഹൂബിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാടിൻ്റെ ഹൂബിയ സവിശേഷത, ഇസ്കി ഹൂബിയ, ഈ കാടിൻ്റെ സവിശേഷതകൾ, കഹാത്തക്ക്, ഇസ്കി ഹൂബിയ കഹാത്തക്ക്, എത്രത്തോളം, ഏതുവരെ, എവിടം വരെ, ബയാഹു, ബയാന്ന് പറഞ്ഞാൽ എന്താണ്, വ്യക്തത, അതായത് എത്രത്തോളം വ്യക്തമാകുന്നു. ഇതിന് ജവാബ് ശേഷം വരുന്നുണ്ട്, ഒന്നുകൂടി ശരിക്കും, ഇസ്കി ഹൂബിയ, ഈ കാടുകളുടെ സവിശേഷതകൾ, ഗുണങ്ങൾ, കഹാത്തക്ക്, എവിടെ വരെ, ബയാഹു, വ്യക്തമാകുന്നു. അതെവിടാ നോക്ക്, വ്യക്തമാകുന്നു. ഇതിലും ഓർഡർ തെറ്റി തന്നെ ഉണ്ടാവുക. എത്രത്തോളം വ്യക്തമാകുന്നു, അത് വ്യക്തമാകുന്ന ഇസ് ചമൻ, ഈ കാട്, അതായത് ഈ പൂന്തോട്ടം, ഫിർദൗസ് കാ, ഇസ് ചമൻ, ഈ പൂന്തോട്ടം, ഫിർദൗസ് കാ, അതായത് സ്വർഗത്തിൻ്റെ ഗുമാപ്പർ, സ്വർഗത്തിൻ്റെ ഗുമാപ്പർ ഭാവനയിലാകുന്നു. ഹേ അവസാനം ഉണ്ട് കേട്ടോ, ഗുമാപ്പർ ഹേ. ഒന്നുകൂടെ ഇതിൻ്റെ നെസർ ശ്രദ്ധിക്കുക, ഇസ് ചമൻ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇസ് ചമൻ, ഈ പൂന്തോട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാടിൻ്റെ സവിശേഷതകൾ എത്രത്തോളം നമ്മൾ എന്താകുന്നു, വ്യക്തമാകുന്നു. അതാ എത്രത്തോളം വ്യക്തമാകുന്നു എന്നുള്ളത് അവസാനത്തെ വരിയിലേക്ക് പോകണ്ട, അതിൻ്റെ മുമ്പ് എത്രത്തോളം വ്യക്തമാകുന്നു. ഈസ് ചമൻ, ഈ കാട് ഫിർദൗസ് കാ, അതായത് സ്വർഗത്തിൻ്റെ ഗുമാപ്പർ ഹേ. ഗുമ എന്ന് പറഞ്ഞാൽ ഭാവനയുടെ മേലാകുന്നു. അതേതാ, സ്വർഗത്തിനോട് ഭാവന, അതെങ്ങനെയാണ് അപ്പോൾ വന്നത്, സ്വർഗത്തിനോട് സാമ്യമാക്കുക, അതിനോട് ഇങ്ങനെ രൂപപ്പെടുത്താം. അതാ ശരിച്ച് ശ്രദ്ധിച്ചോളൂ, യേ ബാഗെ ഇറം ഹേ, നമ്മളെ നാടിനെ, ഈ നാടിൻ്റെ തോട്ടമായ ഈ നാടിനെ നമ്മൾ എങ്ങനെയാണ് എന്താ പറയുക, ഇമാജിൻ ചെയ്തത്, യേ ബാഗെ ഇറം ഹേ, ഇത് ഇറമിൻ്റെ തോട്ടമാണ്. ഇറം എന്ന് പറഞ്ഞാൽ ആരാ, ഷദ്ദാദ്, അതായത് അള്ളാഹുവിനോട് വെല്ലുവിളിച്ച് മരുഭൂമിയിൽ തോട്ടമുണ്ടാകുമെന്ന് പറഞ്ഞ ആളാണ്. അത്രത്തോളം തോട്ടത്തിനെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഷദ്ദാദ്, അതാണ് ബാഗെ ഇറം ഹേ. അപ്പോൾ ഇത് ഇറമിൻ്റെ ഭാഗമാണ്, അതായത് ഷദ്ദാദിൻ്റെ ഭാഗമാണ് എൻ്റെ നാട്. മാത്രമല്ല യേ ബാഗെ അദൻ, ഇത് ഏദൻ തോട്ടമാണ് എൻ്റെ നാട്. ഏദൻ തോട്ടം, ഏദൻ സ്വർഗത്തിലെ തോട്ടമാണ്. കണ്ടോ, ഫിർദോ, നമ്മൾ നേരെ പറഞ്ഞില്ലേ, ഈ ചമൻ ഫിർദോസ് കാ ഗുമാപ്പർ എന്ന് പറഞ്ഞത് ഇവിടെയാണ് വ്യക്തമാകുന്നത്. എൻ്റെ നാട് ഏദൻ തോട്ടവും ഇറമിൻ്റെ തോട്ടവുമാകുന്നു. ഏ മേരാ വത്തൻ ഹേ, ഏ മേരാ വത്തൻ, ഇതാണ് എൻ്റെ നാട്. മാഷാ അല്ലാഹ്, എല്ലാവരും ഇത് ആവർത്തിച്ച് പഠിച്ച് മനസ്സിലാക്കണം. നല്ല കവിതയാണ്. നമ്മളെ നാടിൻ്റെ വിശേഷണങ്ങൾ ഇതിലൂടെ ഇങ്ങനെ വ്യക്തമാക്കാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ മറക്കരുത്. ഒറ്റ സംശയവും അവസാനം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് തീർത്തു തരാൻ പറ്റുന്ന സംശയമാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അസ്സലാമു അലൈക്കും.